തിരക്കിട്ട ജോലിക്കിടയിലും ഫോൺ നോക്കുന്നത് പലരുടെയും ശീലമാണ്. നിങ്ങൾ എങ്ങനെയാണോ? ജോലി ചെയ്യുന്നതിനിടയിലും മൊബൈൽ ഫോണിൽ വരുന്ന നോട്ടിഫിക്കേഷൻ നോക്കാതെ, സമൂഹ മാധ്യമങ്ങൾ ഇടയ്ക്കിടെ പരിശോധിക്കാതെ ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് പലർക്കുമുള്ളത്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നാം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന രീതി വലിയ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. സാങ്കേതിക വിദ്യ നമ്മുടെ ആലോചനകളിലും ചിന്തകളിലും അഗാധമായ സ്വാധീനം ചെലുത്തിയിട്ടുമുണ്ട്. അത് നമ്മുടെ മസ്തിഷ്കത്തിന്റെ പ്രവർത്തന രീതിയെ തന്നെ ബാധിച്ചേക്കാം. ശ്രദ്ധക്കുറവ്, ആഴത്തിൽ ഫോക്കസ് ചെയ്യാനുള്ള കഴിവ് കുറയ്ക്കുക, നിയന്ത്രണത്തിന് അതീതമായി സമ്മർദ്ദം ഉയർത്തുക എന്നിവയ്ക്ക് ഫോണുകളുടെയും സോഷ്യൽ മീഡിയയുടെയും കൂടുതലുള്ള ഉപയോഗം കാരണമായേക്കാം. ചെയ്യുന്ന കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാൻ കഴിയാതെ ഇടയ്ക്കിടെ ഫോൺ നോക്കുന്ന ഇത്തരമൊരു അവസ്ഥയെ വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത് പോപ്കോൺ ബ്രെയിൻ എന്നാണ്. ഇത് സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗത്തിന്റെയും നിരന്തരമായ മൾട്ടി ടാസ്കിന്റെയും ആഘാതത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ മാനസിക നിലയെ ശിഥിലമാക്കുകയും സമ്മർദ്ദവും ഉത്കണ്ഠയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. പോപ്കോൺ ബ്രെയിൻ ശാസ്ത്രീയമായ നാമമല്ല. വാഷിംഗ്ടൺ സർവകലാശാലയിലെ ഗവേഷകനായ ഡേവിഡ് ലെവിയാണ് 2011 പോപ്കോൺ ബ്രെയിൻ എന്ന പേര് ആദ്യമായി ഉപയോഗിച്ചത്. ചൂടാകുമ്പോൾ പോപ്കോൺ പൊട്ടുന്നതിന് സമാനമായാണ് മനസ്സ് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുന്നതെന്ന് കണക്കാക്കിയാണ് പോപ്കോൺ ബ്രെയിൻ എന്ന് പറയുന്നത്. ചെയ്യുന്ന കാര്യങ്ങളിൽ ആളുകളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് കുറഞ്ഞു വരികയാണെന്നും ഇത് സോഷ്യൽ മീഡിയയുടെ ഉപയോഗം മൂലമാകാമെന്നും 2019 നേച്ചർ കമ്മ്യൂണിക്കേഷനിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ പറയുന്നുണ്ട്. ഓൺലൈനിൽ എത്രയധികം സമയം ചെലവഴിക്കുന്നുവോ അത്രത്തോളം പോപ്കോൺ ബ്രെയിനിനുള്ള സാധ്യത കൂടുതലാണെന്നും ഗവേഷകർ പറയുന്നു. ഫോൺ, കമ്പ്യൂട്ടർ എന്നിവയുടെ അമിത ഉപയോഗം മസ്തിഷ്കത്തിന്റെ സ്വഭാവത്തിൽ തന്നെ മാറ്റമുണ്ടാക്കുന്നുവെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഓരോ തവണ സാമൂഹിക മാധ്യമം ഉപയോഗിക്കുമ്പോഴും അവനവന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള വിവരങ്ങളാണ് ലഭ്യമാകാറുള്ളത്. അത് സോഷ്യൽ മീഡിയയിൽ സമയം ചെലവഴിക്കാൻ നമ്മെ കൂടുതൽ പ്രേരിപ്പിക്കുന്നു. സാമൂഹിക മാധ്യമത്തിൽ അടിമപ്പെടുകയും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കെന്ന രീതിയിൽ അവയിൽ തുടരുകയും ചെയ്യുന്നു. സോഷ്യൽ മീഡിയയുടെ ഉപയോഗം തലച്ചോറിനെ പലതരത്തിലാണ് ബാധിക്കുന്നത്. സോഷ്യൽ മീഡിയയുടെ കൂടുതലായുള്ള ഉപയോഗം ചിതറിയതും ശ്രദ്ധ കുറഞ്ഞതുമായ മാനസികാവസ്ഥയ്ക്ക് കാരണമാകുന്നു. അതോടൊപ്പം ഓൺലൈൻ സാന്നിധ്യം നിലനിർത്താനുള്ള സമ്മർദ്ദവും മറ്റുള്ളവരുമായുള്ള താരതമ്യവും വർദ്ധിച്ച സമ്മർദ്ദത്തിനും ഉത്കണ്ഠയ്ക്കും കാരണമായേക്കാമെന്നും വിദഗ്ധർ പറയുന്നു.